കായംകുളം നഗരസഭയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്ഥലം മാറ്റം സിപിഎമ്മിന്റെ താൽപര്യപ്രകാരം ഇടത് സർക്കാർ നടപ്പാക്കിയത് അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാത്തതിനാലാണെന്ന് യുഡിഎഫ് നഗരസഭാ ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ കൗൺസിൽ യോഗം ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഹമ്മദ് പറഞ്ഞു. അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാത്തതിലുള്ള പ്രതികാര നടപടിയാണ് സിപിഎമ്മിന്റെ താൽപര്യപ്രകാരം ഇടത് സർക്കാർ കായംകുളത്തെ നഗരസഭാ എഞ്ചിനീയറെ സ്ഥലം മാറ്റിയ കാര്യത്തിൽ സ്വീകരിച്ചതെന്ന് യുഡിഎഫ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം 3 മാസം മുമ്പ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിച്ചതാണ്. മന്ത്രി ഉദ്ഘാടനം ചെയ്ത വേളയിലോ അതിനുശേഷമുള്ള 1.5 മാസത്തെ ഇടത് നഗരഭരണത്തിൻ്റെ കാലയളവിലോ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ പണം പദ്ധതിയുടെ പ്രവർത്തനക്ഷമത മനസ്സിലാക്കി മാത്രമേ പണം നൽകാവൂ എന്നുള്ള മുനിസിപ്പൽ എഞ്ചിനീയറുടെ ശുപാർശ ലംഘിച്ച മുനിസിപ്പൽ സെക്രട്ടറിയുടെ ധിക്കാരപരമായ നടപടിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച മുനിസിപ്പൽ എഞ്ചിനീയറെയാണ് നമ്മുടെ നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി. ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച 3.5 കോടി രൂപയുടെ പദ്ധതി അത് നാടിന് പ്രയോജനകരമായി പ്രവർത്തിപ്പിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ട മുനിസിപ്പൽ എഞ്ചിനീയറെയാണ് സംസ്ഥാന സർക്കാർ എല്ലാവിധ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് വടകരയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ ശ്രമിച്ചത്. അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടുന്ന ഇടത് സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കായംകുളം മുനിസിപ്പൽ എഞ്ചിനീയറെ അകാരണമായി വടകരയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. ഇത്തരം ഭീഷണി കൊണ്ടും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനത്തെ തകിടം മറിക്കുവാനും ശ്രമിക്കുന്ന ഇടത് സർക്കാരിൻ്റെ എല്ലാ നടപടിക്കുമെതിരായി നിയമപരമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പട്ടണത്തിലെ ജനങ്ങളുടെ ദുരൂഹതകൾ, ഇതുമായി ബന്ധപ്പെട്ട് പട്ടണത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം പരിശോധിക്കാൻ നഗരസഭാ കൗൺസിൽ അടിയന്തരമായി ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ഈ പദ്ധതിയുടെ തുടർ നടപടികളുമായി കായംകുളം നഗരസഭ മുന്നോട്ട് പോകാനാണ് യുഡിഎഫിൻ്റെ നഗരസഭാ ഭരണം തയ്യാറാകുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ കൗൺസിൽ യോഗം ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി അറിയിച്ചിട്ടുണ്ടെന്നും യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞു. നഗരസഭ 3.5 കോടി രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പ്രവർത്തനക്ഷമത അറിയാതെ കമ്പനിക്ക് പണം കൈമാറുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ച നഗരസഭാ എഞ്ചിനീയറെ ബോധപൂർവം സ്ഥലം മാറ്റത്തിന് വിധേയമാക്കുകയായിരുന്നു. എന്നാൽ ട്രാൻസ്ഫർ ചെയ്ത നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ട്രിബ്യൂണൽ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അഴിമതികളുമായി ബന്ധപ്പെട്ട് നഗരസഭാ നേതൃത്വം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും യു മുഹമ്മദ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.